ഹായ്, എല്ലാവർക്കും ഐഫറിന്റെ നെറ്റ് മലയാളം വെബിനാറിലേക്ക് സ്വാഗതം. എൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഓഡിബിൾ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ, കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ 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 അപ്പൊ നമുക്ക് ഞാൻ 2 മിനിറ്റ് വൈകി ഇതിൽ ക്ഷമ ചോദിക്കുകയാണ്. ചെറിയൊരു ആപ്പ് അപ്ഡേറ്റ് ആവാനുള്ള സമയമെടുത്തു. നമ്മുടെ നെറ്റുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ആ പരീക്ഷ എഴുതണോ, എഴുതുകയാണെങ്കിൽ തന്നെ എങ്ങനെയൊക്കെ ശ്രമിക്കണം, ഐഫറുമായിട്ട് ചേർന്നുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു ശ്രമം ഏറ്റെടുക്കുന്നതെങ്കിൽ അതെങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഈ വെബിനാറിൽ ആഗ്രഹിക്കുന്നത്. ഞാൻ സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ട് എന്ന് കരുതുന്നു. ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിലൂടെ ഇങ്ങനെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. പറയുമ്പോൾ ഞാനൊക്കെ നെറ്റ് പരീക്ഷയെ കുറിച്ച് കേൾക്കുന്നത് സത്യത്തിൽ ഡിഗ്രിയുടെ ഒരു അവസാന വർഷത്തിലൊക്കെയാണ്. നെറ്റ് എഴുതാം, ആളുകൾക്ക് നെറ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷയുണ്ട്, അത് എഴുതാം, അത് എഴുതിയാൽ ഇങ്ങനെ JRF നെറ്റ് അങ്ങനെയൊക്കെ കിട്ടും, അങ്ങനെയൊക്കെ അറിയുന്നത് ഡിഗ്രി അവസാന വർഷത്തിലാണ്. അപ്പോഴും PG സമയത്ത് അത് എഴുതണം, എഴുതിയാൽ കിട്ടും, അങ്ങനെ ഒന്നുമുള്ള ധാരണയൊന്നും നമുക്കില്ലായിരുന്നു. എല്ലാവരും നമ്മളോട് പറയാം ഭയങ്കര ടഫുള്ള എക്സാം ആണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് എഴുതിയെടുക്കാൻ, ആ രീതിയിലൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്കേതായാലും ഡിഗ്രി PGയുടെ ആദ്യ വർഷത്തിലെത്തിയപ്പോൾ എഴുതി നോക്കാം, നമുക്ക് ഒരു ട്രൈ നടത്തി നോക്കാം എന്ന് തോന്നുകയും, പിന്നെ PG ഒക്കെ ആകുമ്പോഴേക്ക് നമുക്ക് പിന്നെ സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള വലിയ ഭാരങ്ങൾ വരാൻ തുടങ്ങുകയും ചെയ്യുമല്ലോ. അപ്പോൾ PG കഴിയുമ്പോഴേക്ക് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പിന്നെ JRF ഒക്കെ ഉണ്ടെങ്കിൽ അതും നമുക്കൊരു കരിയറിന് നല്ലതാവും എന്നൊക്കെ ആലോചിച്ചിട്ടാണ് പലരും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ PGയുടെ ആദ്യ വർഷം തന്നെ ട്രൈ ചെയ്യേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഞാനൊരു കോച്ചിങ്ങിന് പോയിട്ട് ചേരാൻ തീരുമാനിച്ചു. അങ്ങനെ കോച്ചിങ് എടുക്കുമ്പോഴും ഞാൻ കരുതുന്നത് ആദ്യത്തെ തവണ നമുക്ക് വെറുതെ എഴുതി നോക്കാം. കാരണം എല്ലാവരും പറയുന്നത് ഇത് കിട്ടുമൊന്നുമില്ല, ഭയങ്കര ബുദ്ധിമുട്ടാ, പിന്നെ ആൾക്കാർ സാധാരണ മനുഷ്യന്മാരെ കൊണ്ടൊന്നും നടക്കാത്ത കാര്യമാണ്, അല്ലെങ്കിൽ നല്ല കുറേ പഠിച്ചിട്ടൊക്കെ വേണം എഴുതാൻ. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ആദ്യത്തെ വർഷം കോച്ചിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ഓൺ ആൻഡ് ഓഫ് ആയിട്ടാണ് കോച്ചിങ്ങിനൊക്കെ പോകുക. ഓഫ്ലൈൻ കോച്ചിങ്ങിനൊക്കെ പോകുമ്പോൾ ചില ദിവസം പോവും, ആകെ 4-5 ദിവസം ക്ലാസ് പോയിട്ട് PG ക്ലാസ് പോയിട്ട് പിന്നെ ആകെയുള്ള ഒഴിവുള്ള ശനി ഞായറൊക്കെ ഇതിനും പോകണം. അപ്പോൾ ചില ദിവസം പോവും, ചില ദിവസം പോവില്ല, പിന്നെ നെറ്റിന്റെ ക്ലാസ്സിന് പോവും, അല്ലാത്തപ്പോൾ പോവില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ സൗണ്ട് പ്രശ്നമുണ്ടോ? സൗണ്ട് പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് ഓക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോ പക്ഷെ ആദ്യത്തെ തവണ എഴുതിയപ്പോൾ എനിക്ക് നെറ്റ് കിട്ടി. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഇത് ആളുകൾ പറയുന്ന പോലെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല. ഒരു ഓൺ ആൻഡ് ഓഫ് ആയിട്ട് ശ്രമിച്ചിട്ട് നമുക്ക് ഇതൊക്കെ കിട്ടിയെങ്കിൽ കാര്യമായിട്ട് ശ്രമിച്ചാൽ JRFിലേക്കും എത്താവുന്നതാണ്. അപ്പോൾ അടുത്ത തവണത്തേക്ക് ഞാൻ കാര്യമായിട്ട് തന്നെ ഒരുങ്ങി അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ആയ പഠിക്കേണ്ട രീതിയെക്കുറിച്ച് ഞാൻ ഒന്ന് നല്ലോണം പഠിച്ചിട്ടാണ് പോയി എഴുതിയത്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത തവണ JRF കിട്ടുകയും ചെയ്തു. ഞാൻ പറയാൻ ശ്രമിച്ചത് എല്ലാ മത്സര പരീക്ഷയിലും, ഈ നെറ്റ് JRF മാത്രമല്ല, എല്ലാ മത്സര പരീക്ഷയിലും വളരെ ബിരുദന്മാരായ ആളുകളുണ്ട്.
അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ള. ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല, ഇനി കിട്ടിയാലും ഇതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇപ്പം KS-ന്റെ നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ അതിന് തയ്യാറെടുക്കാൻ സാധ്യതയുള്ള ആളുകളുള്ള പിന്നെ ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ അതിനെക്കുറിച്ച് ആളുകൾ സംസാരിക്കുന്നത് കണ്ടു. അപ്പൊ അതിൽ പറയുന്ന ആകെ കുറച്ച് സീറ്റേ ഉള്ളൂ, അതൊക്കെ ഇപ്പൊ തന്നെ ആളുകൾ പൈസ കൊടുത്തിട്ട് പിന്നെ ഉറപ്പിച്ചിട്ടുണ്ടാവും, പിന്നെ എന്തിനു നമ്മൾ പഠിക്കണം. അപ്പൊ ആരോ ചോദിച്ചു, പിന്നെ നീ എന്തിനാണ് ഈ ഗ്രൂപ്പിൽ വന്ന് നിൽക്കുന്നത്, നിനക്ക് പഠിക്കാതിരുന്നൂടെ? അപ്പൊ ഈ ബിരുദന്മാരുടെ ഡീമോട്ടിവേഷനെ മറികടക്കുക എന്നുള്ളതാണ് ഏത് മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും നമ്മൾ ഒന്നാമതായി മനസ്സിൽ കരുതേണ്ട ഒരു കാര്യം. എൻ്റെ ഉപ്പ സ്ഥിരമായിട്ട് പറയാറുണ്ടായിരുന്നു, പഠിച്ചാൽ ഏറിപ്പോവില്ല എന്നുള്ളത് സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യം. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്. ഏത് ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ, ഏത് മത്സര പരീക്ഷയിലെ വിജയം ആയിക്കോട്ടെ, നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ഗുണമല്ലാതെ ഉണ്ടാക്കില്ല. അപ്പോൾ അത്തരം സംശയങ്ങൾ ആദ്യം നമ്മൾ ഈ പരീക്ഷ എഴുതാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ മനസ്സിന്ന് കളയുക. നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ഇറ്റ്, അതിനുവേണ്ടി നിങ്ങളുടെ 100% കൊടുക്കാൻ തയ്യാറാവുക. പലരും ചോദിക്കും, പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യം, ഇനി ഞങ്ങൾക്ക് നടക്കും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതൊക്കെ പഠിച്ചെത്താൻ മാത്രമുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ? എൻ്റെ ഏറ്റവും അടുത്ത 2 ആളുകൾ, എൻ്റെ അടുത്ത 2 സുഹൃത്തുക്കൾ, ഒരാള് ഡിസ്റ്റൻസ് ആയിട്ട് മലയാളം PG കഴിഞ്ഞ ആളാണ്, മറ്റേ ആള് മലയാളത്തിൽ ഡിഗ്രി പഠിക്കാതെ വന്നിട്ട് മലയാളം PG പഠിക്കാൻ തുടങ്ങിയ ഒരാളാണ്. ഈ 2 പേരും പിന്നെ PG കാലത്ത് അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസിന്റെ PG ഒക്കെ കഴിഞ്ഞ് വളരെ പിന്നെ ആ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ ഈ 2 ആൾക്കാർക്കുള്ള മലയാളത്തിലുള്ള ഒരു എക്സ്പോഷറിന്റെ കുറവ് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ മനസ്സിലാവുമായിരിക്കും. സ്വന്തമായിട്ട് പഠിച്ച് ഒരാള് നെറ്റും മറ്റേ ആള് JRF-ഉം വാങ്ങി. അപ്പോൾ പറയുന്നത് എന്നെ കൊണ്ട് കഴിയോ? അടുത്തൊരു ചോദ്യം അതാ, പരീക്ഷ ജയിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ലേ എന്നുള്ള സംശയം കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമതായി നമുക്ക് ഉണ്ടാവാൻ പോകുന്ന ഒരു കാര്യം ഇതാണ്, എന്നെ കൊണ്ട് കഴിയോ? അപ്പോ ഡിഗ്രി മലയാളത്തിന്റെ ബേസ് കിട്ടാത്ത ഒരാൾക്ക് കഴിയുമെങ്കിൽ PGക്ക് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കേണ്ടി വന്ന ഒരു യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ പഠിക്കുമ്പോൾ ഉള്ള അധ്യാപകരെ കണ്ടും മറ്റുമുള്ള ഒരു എക്സ്പോഷർ കിട്ടാത്ത ഒരാൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് തീർച്ചയായിട്ടും പറ്റും. അടുത്തൊരു ചോദ്യം ഉണ്ടാവുക എന്താണ്, പിന്നെ ഇപ്പൊ ഒക്കെ പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഉത്തരം, ദ ബെസ്റ്റ് ടൈം ടു പ്ലാന്റ് എ ട്രീ വാസ് 20 years ago, ദ സെക്കൻഡ് ബെസ്റ്റ് ടൈം ഈസ് നൗ. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു മത്സര പരീക്ഷയെ സംബന്ധിച്ച് മാത്രമല്ല, മറ്റേതൊരു മേഖലയിലായാലും നമ്മൾക്ക് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് ചാൻസ് ഒരു പക്ഷേ കഴിഞ്ഞു പോയേക്കാം, പക്ഷെ അടുത്ത ബെസ്റ്റ് ചാൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ തുടങ്ങുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ ബാംഗ്ലൂർ ഡേയ്സ് സിനിമയിൽ വിജയരാഘവൻ പറയുന്ന പോലെ, ഇപ്പം ഈ നിമിഷം അത് മാത്രമേ നമ്മളുടെ കയ്യിലുള്ളൂ. ഇപ്പൊ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾക്ക് കാരണമാവുക. അതുകൊണ്ട് തന്നെ പിന്നെ ആദ്യത്തെ ഇത് എഴുതണോ വേണ്ടേ, എഴുതിയിട്ട് കാര്യമുണ്ടോ എന്ന കൺഫ്യൂഷൻ കഴിഞ്ഞാൽ തൊട്ടുടനെ വരുന്ന എന്നെ കൊണ്ട് കഴിയോ, ഇനി പറ്റുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റും, നിങ്ങളെ കൊണ്ട് കഴിയും എന്ന് തന്നെയാണ് നമുക്ക് മറുപടി പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ടത് സാധിക്കും. പക്ഷേ ഈ പരീക്ഷയെക്കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു ധാരണ വേണം. ആ ധാരണ അനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുകയും വേണം. ഈ 2 കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് തീർച്ചയായിട്ടും നമുക്ക് ഈ വിജയത്തിലേക്ക് എത്താൻ പറ്റുക. ഒരുപാട് മത്സര പരീക്ഷകൾക്ക് ഒരുപാട് അധ്വാനിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. രാവിലെ കോച്ചിങ് എന്ന് പറഞ്ഞിരിക്കും, ഒറ്റക്ക് പഠിക്കുന്നവരായാലും അല്ലാതെ പഠിക്കുന്നവരായാലും നല്ല എഫേർട്ട് ഇടും. വൈകുന്നേരം വരെ ആദ്യം കോച്ചിങ്ങിന് വന്ന് ചേരുന്നത് അവരാണ്, ഏറ്റവും കൂടുതൽ സമയം സ്വന്തമായി വായിക്കുന്നത് അവരാണ്, ഏറ്റവും കൂടുതൽ സമയം ക്ലാസ്സുകളിൽ ഇരിക്കുന്നത് അവരാണ്, ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന അവരാണ്. പക്ഷെ പിന്നെ പരീക്ഷയ്ക്ക് എത്തുമ്പോൾ അതിന്റെ റിസൾട്ട് പലപ്പോഴും കാണുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വളരെ വാലിഡ് ആയ ചോദ്യമാണ്. അങ്ങനെ സംഭവിക്കുന്ന ഒരുപാട് പേരെ നിങ്ങൾക്കും പരിചയം ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, നമ്മളുടെ പരീക്ഷയെക്കുറിച്ച്, പരീക്ഷയിലെ ചോദ്യപേപ്പറിനെ കുറിച്ച്, സിലബസിനെ കുറിച്ച് വ്യക്തമായ ധാരണയോടെ മാത്രമാണ്
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ആ ധാരണയോടെ അടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് ഒരു പരീക്ഷയെ നേരിടാൻ പറ്റുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ നെറ്റ് JRF എക്സാം തന്നെ എടുക്കാം. ഈ എക്സാമിൽ പിന്നെ എത്ര പേർക്കാണ് നെറ്റ് കിട്ടുക, എത്ര പേർക്കാണ് JRF കിട്ടുക, അതേപോലെ തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സ്ട്രീമിന്റെ ഇതുവരെയുള്ള ചോദ്യങ്ങളുടെ സ്വഭാവം എന്താണ്, എവിടുന്നാണ് ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത്, അങ്ങനെയൊക്കെ അറിഞ്ഞ് പഠിക്കുമ്പോഴാണ് നമ്മൾക്ക് എന്ത് ചെയ്യുക, ഇതിനെ ടാക്കിൾ ചെയ്യാനുള്ള ഒരു ശേഷി കൈവരിക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് ചിതറിക്കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും പിന്നെ നമ്മളുടെ എഫേർട്ട് ഇതിലൊക്കെ ഡൈവേഴ്സിഫൈ ആയി പോവുകയും, എന്നാൽ ഒരു ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി ആ മത്സര പരീക്ഷയിൽ വിജയം നേടിയെടുക്കുന്നതിൽ നമ്മൾ പിന്നോട്ട് പോവുകയുമാണ് കാര്യമായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളുടെ സിലബസ് എന്താണ് എന്ന് അറിയുക തന്നെയാണ്. മലയാളത്തിന്റെ ഒക്കെ സിലബസ് തീർച്ചയായിട്ടും ഇത് മുമ്പ് എഴുതിയവരുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും. ഏകദേശം 10 ഭാഗങ്ങളോടുള്ള പിന്നെ സിലബസ് കണ്ടാൽ വളരെ വിശാലമായിട്ടുള്ള ഒരു സിലബസ് ആണ് നമ്മൾക്ക് ഉള്ളത്. പക്ഷെ നെറ്റ് പരീക്ഷ, മലയാളത്തിന്റെ നെറ്റ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിരീക്ഷിക്കുമ്പോൾ സിലബസിനെ വളരെ കൃത്യമായി പിന്തുടർന്നാൽ പലപ്പോഴും നമ്മളുടെ പഠനം എവിടെ എത്താത്തൊരവസ്ഥയാണ് ഉണ്ടാവുക. കാരണം വളരെ വൈഡായിട്ടുള്ള സിലബസ് ആയിട്ടാണ് മലയാളത്തിന്റെ സിലബസ് ഉള്ളത്. എന്നാൽ ആ സിലബസിലെ പ്രധാനപ്പെട്ട ചോദ്യം വരുന്ന ഭാഗങ്ങൾ പിക്ക് ചെയ്ത് ഫ്രീക്വന്റ് ആയി ചോദ്യങ്ങൾ വരുന്ന, ആവർത്തിച്ച് ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങൾ പിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കാൻ തയ്യാറായാലാണ് നമ്മൾക്ക് മലയാളത്തിൽ ആ സിലബസിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുക, അതിനെ മറികടന്ന് വിജയത്തിലേക്ക് എത്താൻ പറ്റുക. ഇവിടെയാണ് സാധാരണ ഒരു സിലബസ് വായിക്കാനാണ് നിങ്ങൾക്ക് UGCന്റെ സൈറ്റിൽ പോയാൽ സിലബസ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. പക്ഷെ ഈ സിലബസിനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെ പിന്നെ സമീപിക്കാൻ പറ്റുമ്പോഴാണ് ആ സിലബസിലെ ചില ഭാഗങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിച്ച് ഫോക്കസ് വരുന്നുണ്ട്, ചില ഭാഗങ്ങൾ അത്രയൊന്നും ഫോക്കസ് വരുന്നില്ല. ഈ ഒരു അറിവ് ഉള്ള ഒരാൾ നിങ്ങളുടെ സഹായത്തിനുള്ളപ്പോഴാണ് വളരെ എഫക്റ്റീവായിട്ട് ചോദ്യ പേപ്പറിനെയും പിന്നെ ഈ പരീക്ഷയും തന്നെ മറികടക്കാൻ, അതിന് വിജയിക്കാൻ നമുക്ക് സാധിക്കുക. അപ്പോൾ സിലബസ് അറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. സിലബസിൽ നിന്ന് എവിടെയെല്ലാം ചോദ്യങ്ങൾ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് സിലബസിനെ വളരെ ടാക്ടിക്കലായിട്ട് തന്ത്രപൂർവ്വം സമീപിക്കാൻ അറിയുക എന്നതും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതേപോലെ മറ്റൊന്നും കൂടി പറയട്ടെ, നെറ്റിന്റെ മാർക്കിന്റെ ഒരു മാർക്കിംഗ് രീതി എന്ന് പറയുന്നത് നമുക്ക് ഒരു പിന്നെ ശരി ഉത്തരത്തിന് 2 മാർക്ക് വെച്ചാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ എത്ര നമ്മൾ സ്കോർ ചെയ്യണം അതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നെറ്റിന് 2 കാര്യങ്ങളുള്ളത്, 2 നമ്മൾക്ക് വളരെ ഗുണകരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുള്ളത്. ഒന്ന്, പിന്നെ നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് 150 ചോദ്യങ്ങളാണ് ഉള്ളതെങ്കിൽ ആ 150 ചോദ്യവും യാതൊരു ഭയവും ഇല്ലാതെ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് പറ്റും എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഈ പരീക്ഷയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതില് ഈ പരീക്ഷയിൽ നമ്മൾക്ക് ഒരു മലയാളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു 60% മാർക്ക്, അല്ലെങ്കിൽ അതിന് തൊട്ട് മുകളിൽ ഒരു 60 to 62% മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് JRFിലേക്ക് തന്നെ എത്തിച്ചേരാൻ പറ്റും. അത്രയൊന്നും പിന്നെ പലപ്പോഴും വരാറില്ല. പല കാറ്റഗറിയിലായിട്ട് കട്ട് ഓഫ് ഒക്കെ പോകുമ്പോൾ അത്രയൊന്നും വരാറില്ല. എന്നിരുന്നാലും അത്ര സ്കോർ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മാർക്ക് മറികടക്കാൻ പറ്റും. നമ്മളിപ്പോ പരമ്പരാഗതമായിട്ട് എഴുതി വരുന്ന പരീക്ഷകൾ, ഡിഗ്രി വരെയോ PG വരെയോ എഴുതി വരുന്ന പരീക്ഷകളിൽ നമ്മൾ നല്ല മാർക്കിനാണ് എയിം ചെയ്യുക, ഏറ്റവും ടോപ്പ് മാർക്കിനാണ് എയിം ചെയ്യുക. അല്ലെങ്കിൽ മറ്റ് PSC പോലെയുള്ള മത്സര പരീക്ഷകളിലും നല്ല മാർക്ക് വേണം, എത്ര കൂടുതൽ സ്കോർ ചെയ്യാം, അങ്ങനെയൊക്കെ ആളുകൾ ചിന്തിക്കുകയാണ് ചെയ്യുക. എന്നാൽ ഇവിടെ നമുക്കറിയാം ഒരു 60%, 40% ചോദ്യം നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. 60 നിങ്ങൾക്ക് പിടിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് നെറ്റും JRFും കൈക്കലാക്കാൻ പറ്റും എന്നുള്ളത് ഇതിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ഇതോടൊപ്പം തന്നെയാണ് നമ്മൾ എന്ത് ചേർത്ത് വെച്ച് വായിക്കേണ്ടത്, ഇതില് നെറ്റിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളത്. ഇപ്പോൾ നിങ്ങളൊരു PSC പരീക്ഷ എഴുതാൻ പോവുകയാണെന്ന് കരുതുക, അല്ലെങ്കിൽ UPSCയുടെ ഏതെങ്കിലും പരീക്ഷ എഴുതാൻ പോവുകയാണെന്ന് കരുതുക. PSCയിൽ ഒരു ഉത്തരം തെറ്റിപ്പോയാൽ പിന്നെ നെഗറ്റീവ്
0.33 മാർക്ക് കുറയും. അതുകൊണ്ട് തന്നെ അറിയാത്ത ചോദ്യങ്ങളോ പകുതി മാത്രം അറിയുന്ന ചോദ്യങ്ങളോ പലപ്പോഴും നമ്മൾ ഒരു സംശയത്തോടെയാണ് എന്ത് ചെയ്യുക, അത് അത് പിന്നെ അറ്റൻഡ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ചോദ്യം ധൈര്യപൂർവ്വം അറ്റൻഡ് ചെയ്യാം എന്ന് മാത്രമല്ല, ചോദ്യങ്ങളുടെ ആ ഒരു ഘടന നോക്കി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ആ ചോദ്യങ്ങളിൽ നിന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ അത്യാവശ്യം നമ്മളെ സിലബസുമായിട്ട് പരിചയമുള്ള ആളുകൾക്ക് പല ചോദ്യങ്ങളിലും കഴിയും എന്നുള്ളതും ഈ നെറ്റ് പരീക്ഷയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവായിട്ടുള്ള ഭാഗമാണ്. ഇതൊന്നും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന, ഇതൊന്നും നമ്മളോട് നിങ്ങൾ കൊണ്ടൊന്നും പറ്റില്ല എന്നോ അല്ലെങ്കിൽ ഇതൊക്കെ ഭയങ്കരമായിട്ട് പഠിച്ച ശേഷം മാത്രം എഴുതാൻ പറ്റുന്ന പരീക്ഷയാണ് അങ്ങനെ പറയുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അവരാരും നമ്മളോട് ഇതൊന്നും, ഈ പോസിറ്റീവായ വശങ്ങളൊന്നും പറഞ്ഞു തരില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ പിന്നെ പലപ്പോഴും എനിക്ക് നെറ്റെങ്കിലും കിട്ടിയാൽ മതി. ഞാനൊക്കെ ആദ്യത്തെ തവണ എഴുതുമ്പോൾ അങ്ങനെയാണ്, നെറ്റ് നോക്കാം ഇത്തവണ JRF-ലേക്കൊന്നും എന്തായാലും എത്താൻ പറ്റില്ല. അങ്ങനെ 2 മാർക്കിന് JRF പോയപ്പോഴാണ് എനിക്ക് അബദ്ധം മനസ്സിലായത്. അപ്പോൾ എപ്പോഴും ആൾക്കാർ പറയല്ലോ, കുന്നോളം ആശിച്ചാലാണ് കുന്നിക്കുരുവോളം കിട്ടുക എന്ന്. പക്ഷെ കുന്നോളം ആശിച്ചാൽ കുന്ന് തന്നെ കിട്ടാവുന്ന ഒരു പരീക്ഷയാണ് ഇത്. ചോദിക്കുന്ന ചോദ്യങ്ങളുടെ 60% മാത്രം അറ്റൻഡ് ചെയ്താൽ മതി, നെഗറ്റീവ് മാർക്കില്ല, ഇങ്ങനെ പല പോസിറ്റീവ് ഗുണങ്ങളുണ്ട് എന്ന് മാത്രമല്ല, പിന്നെ നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്തരം ചില ടാക്ടിക്കലായ സമീപനങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ മലയാളം ഡിഗ്രി പഠിച്ചിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വളരെ പ്രശസ്തമായ മലയാളം ഡിപ്പാർട്ട്മെന്റുകളിൽ പഠിക്കാത്ത ആളാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് JRF-ലേക്കും നെറ്റിലേക്കും ഒക്കെ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പരീക്ഷ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും നമ്മൾ പകുതി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മത്സര പരീക്ഷ എഴുതുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട, അവരെ പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ 60% മതി ഇതിന് ജയിക്കാൻ, അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് പൊതുവെ ഇത്രയാണ് വരാറ്, അങ്ങനെ ഒരു ആലോചനയോടെ പരീക്ഷ എഴുതുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ്. അത് നമുക്കൊരു പോസിറ്റീവായ കാര്യമായി നിൽക്കുമ്പോഴും നമ്മൾ എനിക്ക് നെറ്റ് മതി, ഞാൻ നെറ്റാണ് എയിം ചെയ്യുന്നത്, അല്ലെ എന്നെ കൊണ്ട് നെറ്റ് വരെ പറ്റൂ, അങ്ങനെ വിചാരിച്ച് പഠിച്ചാൽ നമ്മൾ പൊതുവെ നമ്മളുടെ സമയം ഇതിലേക്ക് കൊടുക്കുന്നതിൽ അതിൽ വലിയ പിശുക്ക് കാണിക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു പിന്നോട്ട് വലിയുന്ന ഒരു സ്വഭാവം നമ്മൾ കാണിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ദിവസം 5 മണിക്കൂർ അല്ലെ 3 മണിക്കൂർ പഠിക്കാൻ തീരുമാനിച്ചു എന്ന് കരുതുക. അപ്പോൾ 1.5 മണിക്കൂറൊക്കെ ആവുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് നിങ്ങൾ പറയും, ഓ നെറ്റിനുള്ള മാത്രം ഞാൻ പഠിച്ചു കഴിഞ്ഞു, എനിക്കിപ്പോ നെറ്റ് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, ബാക്കി 1.5 മണിക്കൂർ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ചെലവഴിക്കാം. നമ്മളെല്ലാവരും സമയത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ് എന്ന് മാത്രമല്ല, എന്തെങ്കിലും വഴിയിലൂടെ സമയം നമ്മൾ കൊടുക്കേണ്ട സമയം, ഏതെങ്കിലും ഒരു കാര്യത്തിനായിട്ട് മാറ്റിവെക്കേണ്ട സമയം വേറെ ഏതെങ്കിലും രീതിയിൽ രക്ഷിച്ചെടുക്കാൻ പറ്റിയാൽ ആ സമയം മാറ്റി ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുമാണ്. അതുകൊണ്ട് തന്നെ ഒരു പകുതി ലക്ഷ്യത്തിലേക്ക് ഓടാൻ തുടങ്ങിയാലുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ആ പകുതിയുടെ പകുതി എത്തുമ്പോൾ തലച്ചോറ് നമ്മളോട് പറയും, ഓ ഇന്ന് ഇത്രയും മതിയെന്ന്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പിന്നെ പഠന സ്ട്രാറ്റജി തീർച്ചയായിട്ടും ഈ പരീക്ഷയെ സമീപിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവരുത്. നമ്മളുടെ ഓട്ടം അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം എപ്പോഴും ഏറ്റവും ഉയർന്ന ബാറിനെ നോക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം, JRF-ലേക്ക് തന്നെ ആയിരിക്കണം നമ്മളുടെ ഓട്ടം വേണ്ടത്. അടുത്തൊന്ന്, ഒരു ബാലൻസ്ഡ് അപ്രോച്ച്. മലയാളം പിന്നെ നെറ്റ് JRF പരീക്ഷകൾ എഴുതാൻ തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മലയാളം ഡിഗ്രിയും PG ഒക്കെ മലയാളത്തിൽ പഠിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ +2-ല് നമ്മൾ ഇംഗ്ലീഷുമായിട്ടുള്ള പിന്നെ ഇംഗ്ലീഷ് പരീക്ഷ എഴുതുന്നതൊക്കെ ഡിഗ്രി സെക്കൻഡ് ഇയർ മാക്സിമം പോയാൽ ഡിഗ്രി സെക്കൻഡ് ഇയറോടെ നമ്മൾ പിന്നെ വിഷയങ്ങളൊക്കെ ഇംഗ്ലീഷിൽ എഴുതുന്നത് അവസാനിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഭാഷയിൽ പരീക്ഷാ ചോദ്യങ്ങൾ വരുന്ന ഒരു പ്രത്യേക ഇംഗ്ലീഷ് ഭാഷയുണ്ട്. നെറ്റ് ഇത് എഴുതി നോക്കിയവർ ഇതിലുണ്ടെങ്കിൽ അവർക്കത് ഞാൻ പറയുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ ഒരു പക്ഷേ ഇംഗ്ലീഷിൽ ഒരു പാസേജ് ഒക്കെ വായിച്ചാൽ മനസ്സിലാവുന്ന ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കും മലയാളം സ്റ്റുഡൻസ്. പക്ഷേ ഈ നെറ്റ് പരീക്ഷയുടെ പേപ്പറിൽ കാണുന്ന ആ ഒരു ഇംഗ്ലീഷ് ഭാഷ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പലപ്പോഴും എഴുതിയവർക്ക് പരിചയം ഉണ്ടാവും. അപ്പൊ ആ ഒരു ലെവലിലുള്ള ഇംഗ്ലീഷ് പരിജ്ഞാനം ഉണ്ടാവുക എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഫസ്റ്റ് പേപ്പറിനെ ടാക്കിൾ ചെയ്യാൻ നമ്മൾ
നമ്മൾ കുറച്ച് അധികം ശ്രദ്ധ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മലയാളം പിന്നെ പേപ്പർ എഴുതുന്നവരിൽ കണ്ടുവരുന്ന ഒരു പ്രധാന പ്രവണത എന്ത് എന്ന് ചോദിച്ചാൽ 150ൽ 50 ചോദ്യം ഫസ്റ്റ് പേപ്പറും 100 ചോദ്യം നമ്മുടെ സെക്കൻഡ് പേപ്പറും മലയാളവുമാണ്. പലരും സെക്കൻഡ് പേപ്പർ നന്നായിട്ട് പഠിച്ചു പോകും, ഫസ്റ്റ് പേപ്പറിനെ തിരിഞ്ഞു നോക്കില്ല. ഇത് തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. ഇത് പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല വേണ്ടത്. പകരം എന്താണ് വേണ്ടത്? ഈ ഫസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ ബാലികേറാമലയല്ല. നല്ല ഗൈഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇംഗ്ലീഷുമായിട്ട് അത്രയൊന്നും പരിചയമില്ലാത്ത നമുക്കും നല്ല ഗൈഡൻസ് ഉണ്ടെങ്കിൽ പിന്നെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യവും ചോദ്യപേപ്പറുകളും തന്നെയാണ് ഫസ്റ്റ് പേപ്പറിൽ ഉണ്ടാവാറ്. എന്ന് മാത്രമല്ല പല കാലങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ ഫസ്റ്റ് പേപ്പറിൽ ഉണ്ടാവുകയും ചെയ്യുക. അപ്പോൾ വളരെ മികച്ച രീതിയിൽ ഒരു നല്ല ഗൈഡൻസോടെ നിങ്ങൾ സമീപിച്ചാൽ മലയാളം എഴുതുന്നവർക്കും ഫസ്റ്റ് പേപ്പർ സ്കോർ ചെയ്യാൻ പറ്റും. എന്ന് മാത്രമല്ല ഇൻ കേസ് നിങ്ങൾ സെക്കൻഡ് പേപ്പർ നന്നായി പഠിച്ചുപോയി, സെക്കൻഡ് പേപ്പർ പെട്ടെന്ന് ടഫായി എന്ന് കരുതുക. ഇത്തവണ സംഭവിച്ച ഒരു കാര്യം അതാണ്. മലയാളത്തിന്റെ സെക്കൻഡ് പേപ്പർ നല്ല ടഫായിട്ടാണ് ഇത്തവണ വന്നത്. അപ്പോ പിന്നെ ഫസ്റ്റ് പേപ്പർ നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആണ് എന്നതാണ് പിന്നെ എന്ത് നിർണ്ണയിക്കുക. നിങ്ങൾ നെറ്റ് കിട്ടുന്നു, JRF കിട്ടുന്നു, ആ കാര്യം നിർണ്ണയിക്കുക. നിങ്ങൾ കട്ട് ഓഫ് കടക്കുന്നു എന്നുള്ളത് നിർണ്ണയിക്കുക. പലപ്പോഴും ഫസ്റ്റ് പേപ്പറിന് നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റിയാണ്. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരോട് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം, ഫസ്റ്റ് പേപ്പറിന് വേണ്ട പ്രാധാന്യവും സമയവും കൊടുക്കണം. സെക്കൻഡ് പേപ്പറിലാണ് നമ്മൾക്ക് പവർ ഉള്ളത്, നമ്മളുടെ ഒരു പിന്നെ ഫോർട്ടെ എന്ന് ഇംഗ്ലീഷ് പറയുന്നത്, നമ്മളുടെ ഒരു എന്താ പറയാ സ്ട്രോങ് ഏരിയ സെക്കൻഡ് പേപ്പർ ആണ് എന്ന് കരുതി, നമുക്ക് പഠിക്കാൻ എളുപ്പം സെക്കൻഡ് പേപ്പർ ആണ് എന്ന് കരുതി ഫസ്റ്റ് പേപ്പറിനെ പിന്നെ ഒഴിവാക്കരുത്. തീർച്ചയായിട്ടും കൃത്യമായ അപ്രോച്ചും ഗൈഡൻസും ഉണ്ടെങ്കിൽ ഏത് മലയാളം പിന്നെ മാത്രം പഠിച്ചു വന്ന ആൾക്കും പിന്നെ മറികടക്കാവുന്ന ഒരു പേപ്പർ മാത്രമാണ്, പാസ്സാവാവുന്ന ഒരു പേപ്പറും ഒരു പിന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു പേപ്പറാണ് ഫസ്റ്റ് പേപ്പർ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ ഒരു രീതിയിലേക്ക് എനിക്ക് കഴിയില്ല എന്ന് കരുതി ഇതിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോകരുത് എന്നാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. മറ്റൊന്ന്, ഏത് മത്സര പരീക്ഷ എഴുതുന്ന ആളുകൾ അവരോട് നിങ്ങൾ ചോദിച്ചാലും പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ പറയാ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന കാര്യമാണ്. നിങ്ങൾ കൃത്യമായിട്ട് പിന്നെ എവിടെ പഠിക്കണം എന്നറിയണം. ആ പഠിക്കണം നിങ്ങൾ തീരുമാനിക്കുന്ന കാര്യം ഞാൻ ഒരു ദിവസം ഇത്ര സമയം ഇതിനായി മാറ്റിവെക്കും എന്ന് തീരുമാനിക്കുകയും അത് നിരന്തരം എല്ലാ ദിവസവും നമ്മൾക്കത് കൊടുക്കാൻ കഴിയുകയും വേണം. ഒരുപാട് സമയം കൊടുക്കണം. ഇപ്പൊ UPSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ പറയും ഞാൻ ഒരു ദിവസം 16 മണിക്കൂർ പഠിച്ചു, 17 മണിക്കൂർ പഠിച്ചു. അത്തരം ഒരു എഫേർട്ട് ഇതിൽ ആവശ്യമില്ല. എന്നാൽ നിങ്ങൾ എത്ര കൊടുക്കാൻ തീരുമാനിക്കുന്നു ആ തീരുമാനിക്കുന്ന അത്ര സമയം നിങ്ങൾ തുടർച്ചയായിട്ട് ഇതിൽ എഫേർട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ മലയാളത്തിൽ ഇത്തവണ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അവര് 4ാമത്തെ അറ്റംപ്റ്റ് ആ 4ാമത്തെ അറ്റംപ്റ്റിലാണ് JRF കിട്ടിയത്. പക്ഷെ അതിനു മുമ്പ് ആദ്യത്തെ പരീക്ഷ എഴുതി അത്യാവശ്യം നല്ല പ്രിപ്പയർ ചെയ്താണ് പോയത്. പക്ഷെ വിചാരിച്ച പോലെ സ്കോർ ചെയ്യാൻ പറ്റിയില്ല. എക്സാം വളരെ എളുപ്പമായി, നല്ല സ്കോറിംഗ് വന്നു. അപ്പോൾ അവര് പിന്നെ ഒരു എബോവ് ആവറേജ് പെർഫോമൻസ് ഉണ്ടായിട്ടും പിന്നെ നെറ്റിലേക്ക് ഒന്നും എത്തിയില്ല. പിന്നെ അടുത്ത പരീക്ഷയ്ക്ക് പോയി, നന്നായി പഠിച്ചു പോയി. പരീക്ഷ വളരെ ടഫായിട്ട് വന്നു, എല്ലാവർക്കും സ്കോറിംഗ് കുറഞ്ഞു, അവരുടെയും സ്കോറിംഗ് കുറഞ്ഞു, അതും കിട്ടിയില്ല. 3ാമത്തെ തവണ നന്നായി പ്രിപ്പയർ ചെയ്തു, പരീക്ഷയ്ക്ക് പോയി. അത് എന്താ സംഭവിച്ചു? ആ പരീക്ഷ ക്യാൻസൽ ചെയ്തു. നിങ്ങൾക്കറിയാം, കുറച്ച് മുമ്പുള്ള പരീക്ഷ, ആ പരീക്ഷ ക്യാൻസൽ ചെയ്ത് പോവുകയാണ് ഉണ്ടായത്. നന്നായി പ്രിപ്പയർ ചെയ്ത് ഇത്തവണ എവിടെങ്കിലും എത്തും എന്ന് കരുതിയാണ്. അപ്പൊ ഇപ്പൊ നെറ്റ് പോലും കിട്ടിയിട്ടില്ല കേട്ടോ. ഈ ഒരു അവസ്ഥ എത്തുന്നവരെ നെറ്റ് പോലും കിട്ടാത്ത അവസ്ഥയിലാണ്. അപ്പോൾ നെറ്റ് കിട്ടും എന്ന് ഉറപ്പിച്ച പരീക്ഷ ക്യാൻസൽ ആയി പോയാലുള്ള ഒരു സങ്കടം നിങ്ങൾക്കറിയാം. പക്ഷെ അവർ അതുകൊണ്ടൊന്നും തളരുന്നില്ല, അടുത്ത പരീക്ഷ എഴുതാനിരിക്കുന്നു. അടുത്ത പരീക്ഷയ്ക്ക് എന്താ സംഭവിക്കുന്നു? ഈ പിന്നെ ക്യാൻസൽ ചെയ്ത പരീക്ഷയിൽ നിന്ന് വന്ന തൊട്ടടുത്ത പരീക്ഷ അത് ഭയങ്കര ഈസി ആയിട്ട് വരുന്നു, ഹൈ സ്കോറിംഗ് വരുന്നു. പിന്നെ നമ്മുടെ PhDക്ക് ചേരാനുള്ള ആ യോഗ്യത ആണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ കുടുംബക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി, നിനക്ക് പിന്നെ നെറ്റിൽ ഇത് കിട്ടിയല്ലോ, ഇതെങ്കിലും കിട്ടിയല്ലോ, ഇനി നിർത്തിക്കൂടെ? എത്ര തവണ ഇതിനു വേണ്ടി ശ്രമിക്കുന്നു? ഇല്ല, അവിടെ നിർത്തുന്നില്ല. പിന്നെ ഇനി കുറച്ചു ദൂരം മാത്രമേ നടക്കാനുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് അവര് അടുത്ത പരീക്ഷയും കൂടി എഴുതുന്നു. അതിലെന്ത് ചെയ്യുന്നു? പിന്നെ JRFലേക്ക് നെറ്റ് വിചാരിക്കുകയാണ്, പക്ഷെ JRFലേക്ക് തന്നെ എത്തിച്ചേരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്,
പിന്നെ ഒരു കഥ പറയാറുണ്ട് ആളുകൾ. ഒരാൾ പിന്നെ ഒരു ഖനി വാങ്ങി കുഴിക്കാൻ ശ്രമിക്കുന്നു. കുഴിച്ച് പിന്നെ രത്നത്തിനടുത്തെത്തുന്നതിന് തൊട്ട് മുമ്പ് തന്റെ പരിശ്രമങ്ങൾ അവസാനിപ്പിച്ച് പിന്തിരിഞ്ഞു പോകുന്നു. അടുത്ത ആൾ വന്നിട്ട് ഒറ്റ വെട്ടിന് രത്നം കണ്ടെത്തുന്നു എന്ന് പറയാറ്. ആ ഒരു അവസ്ഥ മത്സര പരീക്ഷകളെ സമീപിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ എഫേർട്ട് ഇടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ അറ്റം കണ്ടിട്ട് മാത്രം മടങ്ങുക എന്നുള്ള അപ്പോൾ അതിന്റെ ഒരു അറ്റം കണ്ടിട്ട് മാത്രം മടങ്ങുക എന്നുള്ള ഒരു ശീലം നമുക്ക് വേണം. മത്സര പരീക്ഷകളുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ട് ഒരു മത്സര പരീക്ഷ എഴുതാൻ നിൽക്കുകയാണ് എന്ന് കരുതുക. അപ്പോൾ പിന്നെ നിങ്ങൾ ഒരു 6-7 മാസമൊക്കെ ഒരു കോച്ചിങ് ഒക്കെ എടുത്ത് ആദ്യത്തെ പരീക്ഷ എഴുതി എഴുതുക. അപ്പോൾ ഈ ആദ്യത്തെ പരീക്ഷ എഴുതുന്ന ഒരു 100 പേരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കോച്ചിങ് ഒക്കെ എടുത്തുകൊണ്ട് ഒരു ആദ്യത്തെ ഒരു 50-ലേക്കൊക്കെ അല്ലെങ്കിൽ ഒരു 60-ലേക്കൊക്കെ നിങ്ങൾ എത്തും. 10 പേരെ മാത്രമാണ് അല്ലെങ്കിൽ 20 പേരെ മാത്രമാണ് ആ പരീക്ഷയ്ക്ക് എടുക്കുക എന്നുള്ളത്. അപ്പൊ ആദ്യത്തെ ഒരു 60-ലൊക്കെ നിങ്ങൾ എത്തും. രണ്ടാമത്തെ തവണ ഇതേ സിലബസ് ഇതേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു 30-ലേക്കൊക്കെ എത്തും. ഒരു മൂന്നാമത്തെ തവണ നിങ്ങളുടെ എഫേർട്ടിന്റെ ശക്തി പോലെ ഇരിക്കും. മൂന്നാമത്തെ തവണ ആയിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മടുക്കും. ഞാൻ എത്ര കാലമായി ഇതിനു വേണ്ടി ശ്രമിക്കുന്നു, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളോട് മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നീ ഇതുകൊണ്ടൊന്നും ഒരു പ്രത്യേകിച്ച് ഗുണമില്ല. പിന്നെ നമ്മുടെ കുടുംബക്കാരും കൂടെ ഉണ്ടെങ്കിൽ പറയണ്ട. ഇതിന്റെ ഒരു നമ്മൾ വളരെ ലോങ് ടൈം നമ്മളിൽ സമയം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ വളരാനുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവാത്ത ആളുകൾ നമ്മളെ ചുറ്റുമുണ്ടെങ്കിൽ പറയുകയും വേണ്ട. അവരിങ്ങനെ ചോദിക്കുമോ എത്ര കാലമായി ഇതിൽ കയ്യിലുത്താൻ തുടങ്ങിയിട്ട്, എവിടെ എത്തിയില്ലേ, അങ്ങനെയൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, മൂന്നാമത്തെ തവണ നിങ്ങൾ ഇടുന്ന എഫേർട്ടിനനുസരിച്ചിരിക്കും നിങ്ങൾ ആദ്യത്തെ 20-ലേക്ക് എത്തുമോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ എത്തുക. അപ്പോൾ ഓരോ തവണ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും ഈ ഏറ്റവും ഇന്നർ സർക്കിളിലേക്ക് നമ്മൾ ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അത് മനസ്സിലാക്കി നമ്മൾ എപ്പോഴും പ്രോഗ്രസ് ആവുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ കൺസിസ്റ്റന്റ് ആയ എഫേർട്ട് ഇട്ടുകൊണ്ട് മാത്രം കാര്യമില്ല, സ്മാർട്ടായിട്ട് സമയം വിനിയോഗിക്കാനും കൂടി നമ്മൾക്ക് പറ്റണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്. എന്താണ് ഇതിലേക്ക് നെറ്റിന്റെ എക്സാം എഴുതാനിരിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു സ്മാർട്ട് അപ്രോച്ച് എന്ന് പറയുന്നത്? അത് സിലബസ് പ്ലസ് PYQ എന്നുള്ളത് തന്നെയാണ്. ആദ്യം സിലബസ് എന്താണ് എന്ന് മനസ്സിലാക്കുക. ഞാൻ ഇതിനു മുമ്പ് ചില നെറ്റ് അല്ലാത്ത ചില മത്സര പരീക്ഷകൾ എഴുതി നോക്കുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ അതേപോലെ എൻ്റെ ഒരു സുഹൃത്തും എഴുതുന്നുണ്ട്. ഞാൻ ഓൺലൈൻ ആയിട്ടാണ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. സുഹൃത്ത് ഓഫ്ലൈൻ ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും വ്യത്യസ്ത പരീക്ഷകൾക്കാണ് പക്ഷെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും ആളുകൾ പഠിക്കുന്നതിന്റെ ഒരു രീതിയെക്കുറിച്ച് വളരെ കോൺഷ്യസ് ആയ ഒരാളാണ്. നമ്മൾ ഇടുന്ന എഫേർട്ട് പാഴായി പോകരുത് എന്ന് എനിക്കൊരു വാശിയുള്ളതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പഠിക്കുന്നതിന്റെ സ്ട്രാറ്റജിയെ കുറിച്ച് ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ ഞാൻ സുഹൃത്തിന്റെ പിന്നെ അവിടെയുള്ള ഓഫ്ലൈൻ സെന്ററിലെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു അനലൈസ് ചെയ്ത് നോക്കി. അപ്പൊ എനിക്ക് മനസ്സിലായത് ഇവർ ഒരിക്കലും സിലബസ് തീർക്കുന്നില്ല. ഞാൻ ഓഫ്ലൈൻ സെന്ററുകളെ കുറ്റം പറയല്ല കേട്ടോ, ഒരു ഇൻസിഡന്റ് പറയാണ്. അങ്ങനെ അല്ലാത്ത ആളുകളുണ്ട്, ധാരാളം ഉണ്ട്, അങ്ങനെ പറയല്ല. ഒരിക്കലും സിലബസ് തീരുന്നില്ല. പിന്നെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള കുറെ മേഖലകൾ ഇങ്ങനെ ബ്ലാങ്കറ്റ് ആയിട്ട് പഠിപ്പിച്ചു പോകുന്നു എന്നല്ലാതെ സിലബസ് തീരുന്നില്ല. സിലബസ് തീരുക എന്നുള്ളത് ഏത് മത്സര പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു സിലബസിലെ പിന്നെ ചോദ്യം വരാൻ സാധ്യതയുള്ള വലിയ ഭാഗങ്ങളൊക്കെ കവർ ചെയ്തു എന്ന് കരുതുക. എന്നാലും സിലബസിന്റെ കുറച്ച് ഭാഗങ്ങൾ ബാക്കിയുണ്ട്. ആ ഭാഗങ്ങളിൽ നിന്നുള്ള ബേസിക് ചോദ്യങ്ങൾ പോലും നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയാതെ വരും. പക്ഷെ സിലബസ് തീർത്ത നിങ്ങളോളം മറ്റു ഭാഗങ്ങൾ ആഴത്തിൽ പഠിക്കാത്ത ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ സ്കോർ ചെയ്ത ഈസി ക്വസ്റ്റ്യൻസും സ്കോർ ചെയ്യാം, നിങ്ങൾ തൊടാത്ത സിലബസിന്റെ ബാക്കിയുള്ള ഈസി ക്വസ്റ്റ്യൻസും സ്കോർ ചെയ്യാം. അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടാവാതെ നോക്കുക എന്നുള്ളത് സിലബസ് കവർ ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തത് PYQന്റെ ഇമ്പോർട്ടൻസ് നെറ്റ് പരീക്ഷയെ സംബന്ധിച്ച് എത്രത്തോളം സ്ട്രെസ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ല. ഞാൻ എല്ലാ ക്ലാസ്സുകളിലും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, PYQ എന്ന് പറയുന്നത് നെറ്റിലെ നിങ്ങളുടെ സക്സസിന്റെ താക്കോലാണ്. പിന്നെ എത്ര PYQ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അത്രയാണ് നിങ്ങളുടെ വിന്നിങ് പെർസെൻറ്റേജിൽ വർധന ഉണ്ടാവുക.
ഒരു 2005 മുതൽ ഇങ്ങോട്ടുള്ള 20 വർഷത്തെ ചോദ്യങ്ങൾ നമുക്ക് നെറ്റിന്റെ PYQ അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് മലയാളത്തിൽ ആ PYQ ഒരു 5 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തു വെച്ചിട്ട് നിങ്ങൾ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 20 മാർക്കിന്റെ വർധനവ് തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് ഞാൻ നെറ്റ് കിട്ടിയിട്ട് JRF എത്താൻ വേണ്ടി ഞാൻ ചെയ്തൊരു കാര്യം അതാണ്. അന്ന് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പിന്നെ എല്ലാ PYQ ക്വസ്റ്റ്യൻസും എടുത്തു വെച്ചിട്ട് ഞാൻ ചെയ്യാൻ ആരംഭിച്ചു. അത് ചെയ്തതിന്റെ ഗുണം തീർച്ചയായിട്ടും ആ പരീക്ഷയിൽ വരികയും ചെയ്തു. കാരണം ഇതിങ്ങനെ ചോദ്യങ്ങൾ പല രീതിയിൽ ഒരേ ഏരിയ എന്നുള്ള ചോദ്യങ്ങൾ പല രീതിയിൽ ആവർത്തിച്ച് വരുന്ന ഒരു കാര്യമാണ് നമ്മൾ നെറ്റ് പരീക്ഷയിലുടനീളം കാര്യമായിട്ട് കാണുക. ഫ്രഷ് ക്വസ്റ്റ്യൻസ് എപ്പോഴും ഒരു 30% ക്വസ്റ്റ്യൻസേ ഉണ്ടാവും. നമുക്ക് ജയിക്കാൻ വേണ്ടത് 60% ആണ്. ആ 60%-ലധികം പലപ്പോഴും പ്രീവിയസ് ആയിട്ട് ചോദിച്ച കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ച് വരാറുള്ളത്. അപ്പോൾ പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്ലസ് കംപ്ലീറ്റ് സിലബസിന്റെ വളരെ ടാക്ടിക്കൽ ആയിട്ട് സിലബസിനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള കവറേജ്, ഈ രണ്ടും കൂടി ചേർന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ സക്സസിലേക്ക് എത്തിക്കുക. അത് വളരെ പ്രധാനമാണ്. പക്ഷെ ഈ സിലബസിനെ എങ്ങനെ ടാക്ടിക്കലായി നോക്കി കാണണം എന്നുള്ളതും PYQs എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത്, ഇതൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ അതിലൂടെ കടന്നു പോകാൻ കഴിയുകയും ചെയ്യും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പരീക്ഷയെ സമീപിക്കുമ്പോൾ എവിടുന്നാണ് ചോദ്യങ്ങൾ വരുന്നത് ഇത് മനസ്സിലാക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ മലയാളത്തിൽ ഒരുപാട് സാഹിത്യചരിത്രങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം. ഉള്ളൂരിന്റെ സാഹിത്യചരിത്രമുണ്ട്, KM ജോർജിന്റെ സാഹിത്യചരിത്രമുണ്ട്, പിന്നെ പന്മനന്റെ സാഹിത്യചരിത്രമുണ്ട്. അപ്പൊ ഈ സാഹിത്യചരിത്രങ്ങളെല്ലാം നിങ്ങൾ, അല്ലെങ്കിൽ കൈരളിയുടെ കഥയുണ്ട്, ഇതെല്ലാം വായിച്ചു തീർക്കാൻ നിങ്ങൾ തീരുമാനിച്ചു എന്ന് കരുതുക. പക്ഷെ ഇപ്പൊ ചോദ്യം വരുന്ന ഒരു രീതി അനുസരിച്ച് ഒരു പക്ഷേ ഇത് മുഴുവൻ നിങ്ങൾ തീർത്താലും ഒരു പക്ഷേ നെറ്റിന്റെ ചോദ്യങ്ങൾ വരുന്ന സ്ഥലങ്ങൾ തൊടാൻ നിങ്ങൾക്ക് പറ്റണം എന്നില്ല. എന്നാൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് നമ്മുടെ കവിതാ സാഹിത്യചരിത്രം, അല്ലെങ്കിൽ മലയാളത്തിന്റെ നാടക സാഹിത്യചരിത്രം, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചില പുസ്തകങ്ങൾ നമ്മുടെ ചോദ്യങ്ങൾ ആവർത്തിച്ചു വരുന്ന, അപ്പൊ സുകുമാർ അഴീക്കോന്റെ മലയാള വിമർശനത്തെ കുറിച്ചുള്ള ചരിത്രം, ഇതൊക്കെ നിങ്ങൾക്ക് പോയി ആ ചോദ്യം വരുന്ന മേഖലകൾ പഠിക്കാൻ ആയാൽ അതാണ് നിങ്ങളുടെ വിജയത്തെ കാര്യമായി നിർണയിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും എവിടെ പഠിക്കണം, ഏത് ഭാഗത്ത് നിന്ന് എവിടെ നിന്ന് ചോദ്യം വരുന്നു എന്നതറിഞ്ഞ് അതിനെക്കുറിച്ച് പഠിക്കുക. മറ്റൊരു കാര്യം പറയാം, ഇപ്പം പിന്നെ നമ്മുടെ ചോദ്യ പേപ്പറുകളൊക്കെ മിക്കവാറും ഇടുകാരാണ് നമ്മൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിപ്പിക്കുന്നവരോ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസിലെ അംഗങ്ങളോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ എപ്പോഴും PG യൂണിവേഴ്സിറ്റി സിലബസിന് ഇതിൽ വലിയൊരു പങ്കുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ ചോദ്യം എവിടുന്ന് വരുന്നു എന്നറിഞ്ഞ് ആ ഭാഗങ്ങൾ പഠിക്കുക. നമ്മളെല്ലാ വിഷയങ്ങളും, എല്ലാ നെറ്റിനുള്ള വിഷയങ്ങളും കടല് പോലെ പരന്ന വിഷയങ്ങളാണ്. ആ വിഷയങ്ങളിൽ, അല്ലെങ്കിൽ ആ വിഷയത്തിന്റെ നമ്മൾ റെഫർ ചെയ്യുന്ന ഭാഗങ്ങൾ, ആ ഭാഗങ്ങൾ എന്താവണം എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ചോദ്യം സ്ഥിരമായി വരുന്ന ഭാഗങ്ങളാണ് എന്ന് ഉറപ്പുവരുത്തണം. ഞാൻ സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് മലയാളത്തിലെ പിന്നെ വിമർശനമാണ്. വിമർശനത്തിന്റെ 2 പുസ്തകങ്ങൾ, അതിൽ നിന്ന് നിങ്ങൾ പോയി നോക്കിയാൽ അറിയാം. ഏതെങ്കിലും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുക്കുക വിമർശനത്തിന്റെ ഭാഗത്തു നിന്നുള്ള, എന്നിട്ട് സുകുമാർ അഴീക്കോടിന്റെ മലയാള സാഹിത്യ ചരിത്രം എടുത്തു വെക്കുക. ഒരു 60കൾ വരെയുള്ള 1960ന്റെ ഇടയിൽ മലയാള വിമർശനത്തിൽ ഉണ്ടായ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ചോദ്യമാണെങ്കിൽ ഒരു 80% ചാൻസ് ഉണ്ട് അത് സുകുമാർ അഴീക്കോടിന്റെ പുസ്തകത്തിൽ നിന്ന് ആവാനുള്ളത്. അതേപോലെ അതിന് ശേഷമുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാഗങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ സാമിന്റെ സമകാല മലയാള സാഹിത്യത്തിൽ നിന്നാവാം ഒരു പക്ഷേ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി, ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസിന്റെ മെറ്റീരിയൽസ് ഉണ്ടല്ലോ അതിൽ നിന്നാവാം. ഇനി അല്ലെങ്കിൽ വത്സരം വാദിശ്ശേരിയുടെ പിന്നെ മലയാള സാഹിത്യ അടരുകൾ അടയാളങ്ങൾ എന്ന പുസ്തകമുണ്ട്. അപ്പൊ ഇങ്ങനെ ചോദ്യം വരുന്ന കാര്യങ്ങൾ, ഇപ്പൊ അല്ലെങ്കിൽ കവിതാ സാഹിത്യ ചരിത്രം, ഞാൻ ഈ അടുത്തുണ്ടായ ഒരു അനുഭവം പറയാം. കവിതാ സാഹിത്യ ചരിത്രം ഞാനിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഒളപ്പമണ്ണയുടെ കവിതകൾ ഇങ്ങനെ ഞാൻ ഇതൊക്കെയാണ് ഒളപ്പമണ്ണയുടെ പ്രധാന കൃതികൾ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, സാർ ഈ ഒളപ്പമണ്ണയുടെ കൃതികൾ കാലക്രമത്തിൽ അടുക്കാൻ പറയാറുണ്ട്, അതൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അടുത്ത പ്രാവശ്യം റെഫർ ചെയ്തിട്ട് പറഞ്ഞുതരാം കാലക്രമത്തിൽ ഇതിന്റെ ഒരു കാലക്രമം എങ്ങനെയാണ്. അതായത് ഇതിനു വേണ്ടി ഞാൻ മലയാള കവിതാ സാഹിത്യ ചരിത്രം റെഫർ ചെയ്തു. അതിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് ഒളപ്പമണ്ണയുടെ കവിതകൾ
1944, 45, 46 ഇങ്ങനെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഈ പാരഗ്രാഫിൽ നിന്നാണ് എന്ത് വന്നത്, ഇവർ പറഞ്ഞ മുമ്പ് ചോദ്യം വന്നത്. അപ്പൊ ഈ മലയാള കവിതാ സാഹിത്യത്തിൽ നിന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അങ്ങനെ തന്നെ വരാറുണ്ട്. ഇപ്പൊ ജി ശങ്കരക്കുറുപ്പിന്റെ മൂന്നരുവി ഒരു പുഴയിൽ എന്ന് പറഞ്ഞൊരു കവിതയെ കുറിച്ച് ചോദ്യം വന്നു. അപ്പൊ നോക്കുമ്പോ പിന്നെ കവിതാ സാഹിത്യത്തിൽ ജിയുടെ ജിയുടെ അത്ര പ്രസിദ്ധമായ ഒരു കവിത അല്ലല്ലോ അത്. സൂര്യകാന്തി പോലെയോ അങ്ങനെയൊന്നും അത്ര പ്രസിദ്ധമായ കവിതയല്ല. എന്നിരുന്നാലും ആ കവിതാ സാഹിത്യത്തിൽ 2 വരി അവർ കോട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം ചോദ്യമായിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പൊ എവിടുന്ന് ചോദ്യം വരുന്നു എന്നറിഞ്ഞ് പഠിക്കുക. കടല് പോലെ നമ്മളുടെ അറിവ് ഇങ്ങനെ പരന്നു കിടക്കും. അതിൽ നിന്ന് എവിടെ പഠിക്കണം എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയുക. അതിന് നല്ലൊരു ഗൈഡൻസ് തീർച്ചയായിട്ടും ഇവിടെയാണ് ഐഫർ പോലെയുള്ള ഒരു സ്ഥാപനത്തിന് തീർച്ചയായിട്ടും നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ. നമ്മൾക്ക് അറിയുന്ന, നമ്മൾ ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് താല്പര്യമുള്ള ഒരു മേഖല എടുക്കും. അത് ഒരു നെറ്റിന് ആദ്യം തൊട്ട് പഠിച്ചു തുടങ്ങും. കവിത പഠിക്കാം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു റെഫറൻസ് പുസ്തകം എടുത്തിട്ട് കവിതയുടെ ഭാഗം പഠിക്കും. അപ്പോഴേക്കും പിന്നെ നമ്മളുടെ ഫോക്കസ്, നമുക്കത് പൂർത്തിയാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ റെഫർ ചെയ്യാൻ നിങ്ങൾ കരുതിയ പുസ്തകം ഒരുപാട് അധികം ഉണ്ടാകും. നമ്മൾ കൊടുക്കുന്ന സമയം അധികം ചുരുങ്ങി പോകും. അങ്ങനെയൊക്കെ ആയിട്ട് ആ വർഷത്തെ നെറ്റിന് അത് മാത്രം പോയി പഠിച്ചെഴുതും. പിന്നെ അടുത്ത നെറ്റിന് ഇതേ ഭാഗത്ത് തന്നെ നമ്മൾ വീണ്ടും ആരംഭിക്കും പഠനം. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോവാതെ ചോദ്യം വരുന്ന സ്ഥലങ്ങൾ കൃത്യമായി മനസ്സിലാക്കി, ചോദ്യങ്ങൾ ആവർത്തിക്കുന്ന സ്ഥലങ്ങൾ കൃത്യമായി മനസ്സിലാക്കി, അതിന്റെ ഒരു എഫേർട്ട് ഇട്ടുകൊണ്ട് പഠിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഒരു സഹായകരമായിരിക്കും. ആഴ്ചപ്പതിപ്പ് നോക്കുന്നത് നല്ലതായിരിക്കും അല്ലേ? ആഴ്ചപ്പതിപ്പ് തീർച്ചയായിട്ടും ഇപ്പൊ അടുത്ത് വരുന്ന ചില ചോദ്യങ്ങൾ, കഴിഞ്ഞ ഒരു 2-3 നെറ്റിന്റെ പരീക്ഷകളായിട്ട് നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, ഒരു 10% ചോദ്യങ്ങളെങ്കിലും ഇപ്പൊ മലയാള സാഹിത്യത്തിൽ നടക്കുന്ന ചർച്ചകളെ മുൻനിർത്തിയുള്ള ചോദ്യങ്ങളുണ്ട്. പക്ഷെ ആ ഒരു 10% ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഴ്ചപ്പതിപ്പ് വായിക്കുക എന്നുള്ളത് ഏത് സാഹിത്യ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആഴ്ചപ്പതിപ്പുകൾ കൃത്യമായി വായിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ആ രീതിയിൽ നിങ്ങൾ ആഴ്ചപ്പതിപ്പ് വായിക്കുക. ഇതിനായിട്ട് കൊല്ലം മുഴുവൻ ആഴ്ചപ്പതിപ്പ് പിന്തുടരുക എന്നുള്ളത് ഒരു പോസിബിൾ ആയ കാര്യമാണോന്ന്, അതിൻ്റെ ഒരു ഫലസിദ്ധിയെ കുറിച്ച് എനിക്ക് കുറച്ചൊരു ഡൗട്ട് ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ സാഹിത്യ വിദ്യാർത്ഥികൾ എന്ന നിലക്ക് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ ഒരു രീതിയിൽ ചെയ്യുക എന്നുള്ളത് വളരെ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ആ ഒരു ഭാഗം നോക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ ഒരു 10% മാർക്ക് മറ്റാരും സ്കോർ ചെയ്യാത്ത ആ ഒരു 10% നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. കുറച്ചു മുമ്പേ ഞാൻ ഉത്തരാധുനിക കവിതയുടെ ഭാഗം എടുക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ക്ലാസ് പറയാത്ത 4-5 കവിതകൾ വന്നു, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോയി ചോദ്യം കണ്ടപ്പോ. അപ്പൊ ഞാനും ഇപ്പോ തീരെ പറയാത്ത ഭാഗങ്ങൾ ഏറ്റവും പുതിയത് ഏതെങ്കിലും വന്നു. അങ്ങനെ പോയി നോക്കുമ്പോൾ അത് ഉത്തരാധുനിക കവിത തന്നെയല്ല, അത് മലയാളത്തിലെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അവാർഡ് കിട്ടിയ സഞ്ചാര സാഹിത്യ കൃതികളാണ്. കണ്ടാൽ നമ്മുടെ ഉത്തരാധുനിക കവിതകളുടെ തലക്കെട്ടും സഞ്ചാര സാഹിത്യ കൃതികളുടെ തലക്കെട്ടും കണ്ടാൽ മനസ്സിലാവാത്ത ഒരു അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒറ്റ നോട്ടത്തിൽ നമ്മൾ ഈ സഞ്ചാര സാഹിത്യ കൃതികളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള ചോദ്യമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ഉത്തരാധുനിക കവിതയല്ല, സഞ്ചാര സാഹിത്യമാണ്. അപ്പൊ സഞ്ചാര സാഹിത്യ കൃതികൾ നമ്മൾ അതിനെക്കുറിച്ച് അപ്ഡേറ്റ് ആയിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആഴ്ചപ്പതിപ്പുകൾ വായിച്ചാൽ, അല്ലെങ്കിൽ അവാർഡ് കിട്ടിയ കൃതികളുടെ ഒരു ഇത് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ അതൊക്കെ തീർച്ചയായിട്ടും സഹായിക്കും. ഓക്കെ, സോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നമ്മൾ വലിയ പ്ലാനുകൾ ഉണ്ടാക്കുക. എന്ത് ചെയ്യുക, ഞാൻ ഉള്ളൂരിന്റെ കവിതാ സാഹിത്യം ചരിത്രം മുഴുവൻ റെഫർ ചെയ്യും, അങ്ങനെയൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ ഞാൻ കെ.എം. ജോർജിന്റെയും പന്മനയുടെയും സാഹിത്യചരിത്രം മൊത്തം നോക്കും. അങ്ങനെയൊക്കെ തീരുമാനിച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വളരെ എഫക്റ്റീവ് ആയിട്ട് നമ്മളുടെ സിലബസിനെ മാനേജ് ചെയ്യാൻ കഴിയണം എന്നില്ല. അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക.
ഇത്ര സമയം എൻ്റെ ബാക്കി തിരക്കുകൾ, എനിക്ക് കുട്ടികളുണ്ട്, അവരുടെ കാര്യം നോക്കണം, അല്ലെങ്കിൽ വീട്ടിലെ ചില കാര്യങ്ങൾ തീർക്കാനുണ്ട്, അതല്ലെങ്കിൽ ഞാൻ സൈഡായിട്ട് ഒരു ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സമയം നമ്മൾ തീരുമാനിക്കുക. ഒരു 2 മണിക്കൂർ അതിലധികം വേണം എന്നാണ് എൻ്റെ ഒരു ഇതിൽ നിന്ന് ഞാൻ പറയാം. ഒരു അപ് ടു ഒരു 3 hours 3 മണിക്കൂർ കൊടുക്കാൻ പറ്റിയാൽ വളരെ നല്ലത്. അത് നിങ്ങളുടെ പിന്നെ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ചാട്ടോ. നിങ്ങൾ പെട്ടെന്ന് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ കുറഞ്ഞ സമയം മതിയാവും. പക്ഷെ പിന്നെ നിങ്ങൾക്ക് ആവർത്തിച്ചുള്ള പഠനം ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി സമയം കൊടുക്കുക. എന്നിട്ട് നിങ്ങളാൽ കഴിയുന്ന ഒരു ടൈം സെറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അതിൽ നേരത്തെ പറഞ്ഞ പോലെ കൺസിസ്റ്റന്റ് ആവുക. ഒരു ദിവസം 5 മണിക്കൂർ പഠിച്ചു, അടുത്ത ദിവസം നിങ്ങൾ പഠിക്കുന്നേ. പിന്നെ പൊതുവെ ടൈം മാനേജ്മെന്റിനെ കുറിച്ച്, പഠനത്തിന്റെ കാര്യത്തിൽ ടൈം മാനേജ്മെന്റിനെ കുറിച്ച് പറയുന്നത്, ഒരാൾ അരമണിക്കൂർ 5 വർഷം തുടർച്ചയായിട്ട് ഒരു കാര്യത്തെ കുറിച്ച് പഠിച്ചാൽ അയാൾ ഈ ലോകത്ത് ആ കാര്യത്തിൽ ഏറ്റവും വലിയ എഫേർട്ട് പിന്നെ ഒരു എക്സ്പേർട്ടായി മാറും എന്നാണ്. പക്ഷെ നമ്മളൊക്കെ പ്രശ്നം, ആദ്യത്തെ ദിവസം നമ്മൾ 5 മണിക്കൂർ ഇടാൻ തയ്യാറാണ്. പക്ഷെ ഒരു 3 ദിവസം കഴിഞ്ഞാൽ അരമണിക്കൂർ പോയിട്ട് 5 മിനിറ്റ് പോലും ഒരു വിഷയം പഠിക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. ഈ ഒരു കാര്യത്തെയാണ് നമ്മൾ ഇവിടെ മറികടക്കേണ്ടത്. നിങ്ങളാൽ കഴിയുന്ന ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത്, നിങ്ങളാൽ കഴിയുന്ന ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് കൺസിസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യാനുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രമിക്കുക. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ ഒരു പിന്നെ എന്തുകൊണ്ട് ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നമുക്കൊന്നുകൂടി പോവാം. ഒന്നാമത്തത് സിലബസ്. എന്തുകൊണ്ട് നമ്മൾ പലപ്പോഴും കാര്യമായ എഫേർട്ട് ഇട്ടിട്ട് പിന്നിലായി പോകുന്നു എന്നുള്ളതിന്റെ കൂടി എന്തുകൊണ്ട് നമ്മൾ പിന്നിലായി പോകുന്നു എന്നുള്ളതിന്റെ കൂടെ 1-2 കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സിലബസ് കൃത്യമായി മനസ്സിലാക്കുകയോ മുഴുവനായി പഠിക്കാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തത് ഇൻകൺസിസ്റ്റൻസി. നേരത്തെ പറഞ്ഞ പോലെ 1-ാം ദിവസം 5 മണിക്കൂർ കൊടുക്കുന്നു, 2-ാം ദിവസം അരമണിക്കൂർ പോലും കൊടുക്കാൻ പറ്റുന്നില്ല. മൂന്നാമത്താണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഇതിലെ നമ്മളുടെ മൈൻഡ് ഗെയിംസ്. ആളുകൾ കളിക്കുന്നതും നമ്മളുടെ മൈൻഡ് നമ്മളെ മേലും കളിക്കുന്ന മൈൻഡ് ഗെയിംസ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ അത്ര ആഗ്രഹിച്ച്, ഈ അടുത്ത് നമ്മൾ വിജയങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരല്ലോ, പരാജയങ്ങളെ കുറിച്ചും കൂടി പറയണം. ഞാൻ ആഗ്രഹിച്ച് എഴുതിയ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. ആ പരീക്ഷയെ കുറിച്ച് എനിക്കുണ്ടായിരുന്ന, ഞാനും നമ്മളൊരു കമ്മ്യൂണിറ്റിയുടെ, ഞാൻ എപ്പോഴും ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് പഠിക്കുമ്പോഴാണ് നമുക്കൊരു മത്സരക്ഷമത ഉണ്ടാവുക എന്ന് കരുതുന്ന ഒരാളാണ്. അതിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ, അതെന്നെ പഠിപ്പിച്ച ഒരു സാധനം എന്ന് പറയുന്നത്, നമ്മളൊരു ലക്ഷ്യം, മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ലക്ഷ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ ആ ലക്ഷ്യം മാത്രമേ ഉണ്ടാകാവൂ. അതിന് ചുറ്റും നടക്കുന്ന മറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ പരിഗണിക്കുകയേ ചെയ്യരുത്. ചുറ്റുമുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ഓ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് അത്ര പോസ്റ്റിംഗ് ഒന്നും ഉണ്ടാവില്ല എന്ന്, അതുകൊണ്ട് ഇത് പഠിക്കണ്ട, അല്ലെങ്കിൽ ഇതിനും ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ ഇത് ഓൾറെഡി ഫിക്സ്ഡ് ആയ ചില ആൾക്കാർക്ക് മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ ഇതിന് വെയിറ്റേജ് മാർക്ക് കിട്ടുന്ന വേറെ കുറെ ആൾക്കാർ അപ്പുറത്തുനിന്ന് വരാനുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇത് എവിടെയും എത്താൻ പറ്റില്ല. ഇത് ബാക്കിയുള്ള ആളുകൾ പറയുന്നതുകൊണ്ട് നമ്മൾ സ്വയം ചിന്തിച്ചു കൂട്ടുന്നതും ഉണ്ട്. മനുഷ്യരുടെ മനസ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പ്രാചീന കാലം മുതൽ തന്നെ ആളുകൾ ആലോചിച്ചിട്ടാണ് കാര്യങ്ങൾ സോൾവ് ചെയ്യുക. അപ്പോൾ നമ്മൾ എപ്പോഴും കരുതുക നമ്മളുടെ തലച്ചോറിന് എല്ലാ കാര്യങ്ങളും ആലോചിച്ച് സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ്. അപ്പോൾ എഫേർട്ട് ഇടേണ്ട സ്ഥലത്ത് എഫേർട്ട് ഇടാതെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇത് നമ്മളുടെ തലച്ചോറിന് പലപ്പോഴും മനസ്സിലാവില്ല. അപ്പൊ മത്സര പരീക്ഷ എഴുതുന്ന ആളുകൾ പരീക്ഷയുടെ ഫലത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം നല്ലൊരു പ്ലാൻ, സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയതിനു ശേഷം നല്ലൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, ഈ മത്സര പരീക്ഷകളെ സമീപിക്കുക. ആ സ്റ്റഡി പ്ലാനിൽ നിന്ന് മാറരുത്. ആ സ്റ്റഡി പ്ലാൻ മാത്രമാണ് നമ്മളെ വിജയത്തിലേക്ക് എത്താൻ സഹായിക്കുക എന്ന് ഉറച്ചു വിശ്വസിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള മറ്റ് സംശയങ്ങളൊക്കെ നമ്മൾ പൊട്ടത്തരം ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. എന്നാൽ നല്ലൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ട്, ഒരു പ്രൂവൺ ആയ സ്റ്റഡി പ്ലാൻ
പിന്തുടരുകയും അതിൽ കൺസിസ്റ്റന്റ് ആയി നമ്മളുടെ മൈൻഡും നമ്മളെ ചുറ്റുമുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരും പറയുന്നത് കേൾക്കാതെ അതിൽ നമ്മൾ എഫേർട്ട് ഇടുകയും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. മറ്റൊന്ന് ടൈം മാനേജ്മെന്റ് ആണ്. നമ്മൾ സൂചിപ്പിച്ചു, ടൈം കൃത്യമായി മാനേജ് ചെയ്യുക എന്നുള്ളത്, കൺസിസ്റ്റന്റ് ആയി മാനേജ് ചെയ്യുക എന്നുള്ളത്. നമ്മളുടെ മറ്റു കാര്യങ്ങളും നടക്കണം, എന്നാൽ ഇതിന് കൊടുക്കുന്ന സമയം ഇതിന് മാത്രം കൊടുക്കുക, അത് നമ്മൾ ഉറപ്പിക്കുക. അതിൽ ഏറ്റക്കുറവുകൾ വന്നാൽ അത് നമ്മളെ മൊത്തത്തിൽ ബാധിക്കും. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം. നമ്മൾ ബാക്കിയുള്ളവരുടെ കൂടെ മനസ്സ് റിലാക്സ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എൻഗേജ് ചെയ്യേണ്ട സമയത്ത് എൻഗേജ് ചെയ്യണം. ജോലി എടുക്കേണ്ട സമയത്ത് ജോലി എടുക്കണം. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. ഈ ഒരു സാധനം വളരെ നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് പ്രധാനമാണ്. മറ്റൊന്ന് PYQs നമ്മൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും PYQs നോക്കിയിട്ട് തന്നെ പോവുക. PYQനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ ഒരു 5 സെറ്റ് PYQs നിങ്ങൾ കവർ ചെയ്താൽ മലയാളത്തിൽ അത് ഒരു 20 മാർക്കിലേക്ക് നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടാവും. നമ്മളെപ്പോഴും വീഴുക ആ ഭാഗത്താണ്. നെറ്റിൽ നിന്ന് JRFലേക്ക് എത്താൻ, അല്ലെങ്കിൽ നെറ്റിന്റെ തൊട്ട് പിന്നിൽ നിന്ന് നെറ്റിലേക്ക് എത്താൻ നമ്മൾ ഷോർട്ടായി വീഴുന്ന സ്ഥലമാണ് ഈ 20 മാർക്ക് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും PYQs കവർ ചെയ്യുക എന്നുള്ളത് നമ്മളെ അതിൽ സഹായിക്കും. മലയാളത്തിന്റെ സോൾവ്ഡ് PYQs പിന്നെ പലപ്പോഴും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഏതെങ്കിലും കോച്ചിങ് സെന്ററിന്റെ ഭാഗമായോ അല്ലാതെ സോൾവ്ഡ് PYQs കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. എന്നാൽ അൺസോൾവ്ഡ് PYQ ചെയ്യണം എന്ന് ഞാൻ എല്ലാവരോടും പറയില്ല. അൺസോൾവ്ഡ് PYQന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെ റെഫർ ചെയ്യും. പലപ്പോഴും ആൾക്കാർക്ക് അതിന് സമയം ഉണ്ടാവാറില്ല. എന്നാലും അൺസോൾവ്ഡ് PYQ ചെയ്യാൻ സമയമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിലും നല്ലൊരു എക്സസൈസ് ഇതിലില്ല എന്ന് തന്നെ പറയാം. അൺസോൾവ്ഡ് PYQല് ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യും, അത് എവിടെ കിട്ടും അതിനെക്കുറിച്ചുള്ള ഉത്തരം ചിലപ്പോൾ നെറ്റിൽ ഉണ്ടാവാം, ചിലപ്പോൾ ഏതെങ്കിലും റെഫറൻസിന്റെ സ്ഥലത്തായിരിക്കാം. അങ്ങനെ നിങ്ങളുടെ മനസ്സ് ഇതിലേക്ക് കുറെ കൂടി ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നും കൂടെ അതിന്റെ കൂടെ ഈ അൺസോൾവ്ഡ് PYQസിന്റെ പിന്നാലെ പോകുമ്പോൾ നിങ്ങൾ പഠിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ്. മറ്റൊന്ന്, നമ്മൾ ഇൻഅഡക്വേറ്റ് ആയിട്ട് റിസോഴ്സ് ഉപയോഗിക്കുക എന്നുള്ളത്. നമ്മൾ കൺസിസ്റ്റന്റ് ആയി പഠിക്കുന്നു, സ്ട്രെസ് ഇല്ലാതെ പഠിക്കുന്നു, സിലബസ് നോക്കി പഠിക്കുന്നു, PYQ എടുത്ത് പഠിക്കുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചോദ്യം എവിടുന്ന് വരുന്നു എന്നതിനെ കുറിച്ച് ധാരണ ഇല്ലാതിരുന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് തന്നെ ഫലപ്രദമായിട്ടല്ല ഉപയോഗിക്കുന്നതെങ്കിൽ അതും നമുക്ക് പരാജയത്തിനുള്ള ഒരു കാരണമായിരിക്കാം. അപ്പൊ അതും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോവാൻ. ഓക്കെ, ഐഫറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടെ സൂചിപ്പിക്കാം എന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഐഫർ ഇതിനെ മറികടക്കുന്നത്? ഐഫറിന് ഇതിനു വേണ്ടിയിട്ട് യുണീക്ക് ആയിട്ടുള്ള, തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് യുണീക്ക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് തീർച്ചയായിട്ടും ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പലരും ഒരു 3-4 പരീക്ഷകളിൽ ഇതിനു വേണ്ടി എഫേർട്ട് ഇടുന്ന ആളുകളായിരിക്കാം. എന്ന് പറയുന്നത്, അതായത് നമ്മൾ ജയിക്കുക എന്നുള്ളത് മാത്രമാണ് പലപ്പോഴും ഇതിനെ സമീപിക്കുമ്പോൾ, ഇൻഡിവിജ്വലായി നമ്മൾ ഇതിനെ സമീപിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പരീക്ഷ പാസ്സായി കഴിഞ്ഞു. പിന്നെ ഞാൻ JRFന്റെ പൈസയൊക്കെ മൊത്തം കിട്ടിക്കഴിഞ്ഞു. എനിക്ക് ഈ നെറ്റ് പരീക്ഷയിൽ നിന്ന് കിട്ടാൻ ഇനി ഒന്നുമില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്, ചോദ്യങ്ങളുടെ സ്വഭാവം മാറുന്നുണ്ടോ, എവിടെ വന്നാൽ ചോദ്യങ്ങൾ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച ഒരു സംഘത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും അലേർട്ടായിരിക്കും. എങ്ങനെയാണ് ചോദ്യങ്ങളുടെ സ്വഭാവം മാറുന്നത്, അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ അലേർട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു പ്ലാൻ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് തരാൻ ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഐഫറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലസ് പോയിന്റ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീക്ക് പോയിന്റ്, അവരുടെ പ്ലസ് പോയിന്റ്, അതിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള അപ്രോച്ചുകളായിരിക്കും പലപ്പോഴും ഉണ്ടാവും. പക്ഷെ ഒരു കോച്ചിങ് സെന്ററിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ എന്ത് ചെയ്യും, നമ്മൾ കുറെ കൂടി അതിന്റെ ഒരു മൊത്തം പിന്നെ ഹിസ്റ്റോറിക്കലായ എവല്യൂഷനെ കുറിച്ച് നമ്മൾ എപ്പോഴും ശ്രദ്ധയുള്ള ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സ്റ്റഡി പ്ലാൻ ആയാലും ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിലായാലും ഐഫറിന് നിങ്ങളെ സഹായിക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഐഫറിന്റെ ഒരു ഇതെന്ന് പറയുന്നത് പിന്നെ PYQ, ഇ ബുക്സ്, അതേപോലെ സ്റ്റഡി മെറ്റീരിയൽസ്, എല്ലാ യൂണിറ്റിനുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, ഇതൊക്കെ ഐഫറിന് തരാൻ പറ്റുന്നുണ്ട്. എന്ന് മാത്രമല്ല ഡെയിലി, വീക്ക്ലി, മന്ത്ലി ടെസ്റ്റുകൾ ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് നോക്കാൻ പറ്റുന്ന, അത് നമ്മളെപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ശരിയായ ഒരു
പഠനത്തിന്റെ പ്ലാനിലാണ് മുന്നോട്ട് പോകുന്നത്, അതെങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും? അത് ഉറപ്പിക്കാൻ നമുക്ക് പറ്റിയ ഡെയിലി ആയിട്ട് നമ്മളുടെ പ്രോഗ്രസിനെ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ്. സ്വന്തമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അതാണ്, എത്രത്തോളം നമ്മൾ പഠിച്ചു എന്നറിയാൻ നമ്മളെ കയ്യിൽ മെഷർ ചെയ്യാൻ സാധനമൊന്നുമില്ല. അപ്പോൾ ഡെയിലി ആയിട്ട്, വീക്ക്ലി ആയിട്ട്, അല്ലെങ്കിൽ മന്ത്ലി ആയിട്ട് ഒരു ടെസ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും, നിരന്തരം ഒരു ഇവാലുവേഷന് നമ്മളെ സഹായിക്കും എന്നുള്ളത് നോക്കേണ്ടതാണ്. പിന്നെ ഐഫറിന്റെ റിസർച്ച് ഫെലോഷിപ്പ് ഉണ്ട്. ഇത് പഠിക്കാൻ നമ്മളെല്ലാവരും ഒരേപോലെ സാമ്പത്തികമായിട്ട് എക്യുപ്ഡ് ആയ ആൾക്കാരാവണമെന്നില്ല. കുറെ ഒരുപാട് സമയം ഈ ഒരു പരീക്ഷയ്ക്ക് പിന്നാലെ സമയവും അധ്വാനവും ചെലവഴിക്കാൻ ആവണമെന്നില്ല. അപ്പോൾ പിന്നെ ഐഫറിന്റെ റിസർച്ച് ഫെലോഷിപ്പ് ഉണ്ട്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റുഡന്റിന്റെ ഗ്രോത്ത് റിപ്പോർട്ട്, നമ്മളുടെ ഗ്രോത്ത് ആയിരിക്കണം ഏതൊരു മത്സര പരീക്ഷയും സമീപിക്കുമ്പോൾ നമ്മളുടെ ബെഞ്ച് മാർക്ക്. അപ്പുറത്തെ ആൾ ഇത്ര സ്കോർ ചെയ്തു, ഇപ്പുറത്തെ ആൾ ഇത്ര സ്കോർ ചെയ്തു, അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് അവന്റെ ഒരു പഠനത്തിന്റെ ഗ്രോത്ത് ഞാൻ സ്ഥിരമായിട്ട് നോക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് സ്ഥിരമായി നടക്കുന്ന പരീക്ഷയിൽ പല ആളുകളും പലതരത്തിൽ സ്കോർ ഉണ്ടാക്കുന്നു. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞത് അങ്ങനെയല്ല, നീ ഇപ്പൊ പഠിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ തുടങ്ങുമ്പോൾ 30 മാർക്ക് ഉണ്ട്, അത് ഒരു 2 മാസം കൊണ്ട് 50-ലെത്തിക്കാൻ നിനക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, 60, 70, 80 നേടുന്നവരുണ്ടായിക്കോട്ടെ, നീ 50-ലെത്തി എന്നുള്ള ഗ്രോത്ത് വളരെ പ്രധാനമാണ്. അതാണ് നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പുഷ് ചെയ്യുക. ആ ഗ്രോത്ത് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് പ്രധാനമാണ്. അത്തരം ഗ്രോത്ത് റിപ്പോർട്ടുകൾ ഐഫർ നിങ്ങൾക്ക് തരുന്നുണ്ട്. പിന്നെ കോഴ്സിന്റെ എത്ര ശതമാനം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു, എത്രത്തോളം വീഡിയോ നിങ്ങൾ കണ്ടു, ടെസ്റ്റുകൾ എത്രത്തോളം നിങ്ങൾ അറ്റൻഡ് ചെയ്തു, ഇത്തരം പ്രോഗ്രസ്സുകളൊക്കെ തരാന് പിന്നെ ഐഫറിന് കഴിയുന്നുണ്ട്. പലതരത്തിലുള്ള മെട്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഗ്രോത്ത് അളക്കാൻ പിന്നെ ഐഫറിൽ നിങ്ങൾക്ക് പിന്നെ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് രണ്ട് ആളുകൾ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിരുന്നു ചാറ്റിൽ, നോക്കട്ടെ. തനിച്ചാണ് പഠിക്കുന്നത്, കഴിഞ്ഞ തവണ 2 മാർക്കിന് JRF പോയി, പ്രാചീന കവിതകൾ എങ്ങനെ പഠിക്കാമെന്ന് കൂടി പറയാമോ? പിന്നെ ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തങ്ങൾ. പ്രാചീന കവിത നിങ്ങൾ നോക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ കവിതാ സാഹിത്യചരിത്രത്തിൽ നിന്ന് ചോദ്യങ്ങൾ പൊതുവെ വന്ന് കാണാറുണ്ട്. അതേപോലെ പിന്നെ നമ്മുടെ KM ജോർജിന്റെ മലയാള സാഹിത്യചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ ഈ 2 ഭാഗത്തു നിന്നും പൊതുവെ ഉദ്ധരണികളായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ പ്രാചീന സാഹിത്യത്തെ സംബന്ധിച്ച് മറ്റൊരു പുസ്തകമുണ്ട്, മലയാള ഭാഷാ ചരിത്രം എന്നാണ് അതിന്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. കുറെ ആള് ചേർന്ന് എഡിറ്റ് ചെയ്തതാണ്. ഈ കവിത നമുക്ക് പെട്ടെന്ന്, പ്രാചീന കവിതകൾ പെട്ടെന്ന് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി ബുദ്ധിമുട്ട് ഈ പറയുന്ന പിന്നെ അതിന്റെ ഗദ്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്, ശാസനങ്ങൾ, അങ്ങനെയുള്ള ആ ഭാഗം വളരെ കൃത്യമായിട്ട് ആ പുസ്തകം പിന്നെ കവർ ചെയ്യുന്നുണ്ട്. പുസ്തകം ഏതാണെന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റില്ല. മലയാള ഭാഷാ ചരിത്രം തന്നെയാണ് അതിന്റെ പേരെന്നാണ് ഓർമ്മ. അപ്പൊ പിന്നെ അത് നോക്കുക. പിന്നെ ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തങ്ങളിൽ പൊതുവെ ഏതെങ്കിലും ഒരു പുസ്തകം നോക്കുകയും PYQ നോക്കുക. അതാണ് പിന്നെ ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തങ്ങൾ എനിക്കും കുറച്ച് വീക്കായിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് PYQ കാര്യമായിട്ട് നോക്കുക എന്നുള്ളതായിരുന്നു. പൊതുവെ ഒരേ ചോദ്യങ്ങളാണല്ലോ കാലങ്ങളായിട്ട് അതിനെക്കുറിച്ച് ആവർത്തിച്ചു വരാറുള്ളത്. അല്ലെങ്കിൽ പിന്നെ വളരെ തറവായിട്ട് നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ, ബാക്കി ഏരിയ ഒക്കെ നിങ്ങൾ നല്ലോണം കവർ ചെയ്തു നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അടുത്തൊരു എക്സാമിന് ആ ഒരു ഭാഗം വളരെ ആഴത്ത് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യാൻ പറ്റുക. ഐഫറിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ആക്ടിവിറ്റി ഗ്രൂപ്പ്സ് ഉണ്ട്. അതേപോലെ JRF ക്ലബ്ബ് എന്ന് പറയുന്ന ഇതുണ്ട്. ഞാൻ ഇതിലൂടെ ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റി നമ്മളുടെ ചുറ്റും ഉണ്ടാവുക എന്നുള്ളതാണ്. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ JRFനൊന്നും അത്ര ശ്രമിക്കാതെ ഈ പരീക്ഷ വെറുതെ എഴുതാൻ പോകുന്നവരുണ്ട്. ഞാനൊക്കെ കുറെ കാലം അങ്ങനെയായിരുന്നു. ചില പരീക്ഷകൾക്കൊക്കെ വെറുതെ എഴുതാൻ പോകും, എന്നിട്ട് പിന്നെ ഒരു കട്ട് ഓഫിന്റെ ഒരു 10 മാർക്ക് ഇപ്പുറത്ത് വാങ്ങിപ്പോരും. അങ്ങനെയുള്ള ആളുകളുടെ കൂടെ പഠിക്കുക എന്നുള്ളതിനേക്കാൾ കമ്മിറ്റഡ് ആയി ഈ ലക്ഷ്യം നേടിയെടുക്കണം എന്ന് ബോധമുള്ള ആളുകളുടെ കൂടെ പഠിക്കുക എന്നുള്ളതാണ് പഠനത്തിൽ നമ്മളെ മുന്നോട്ട് പുഷ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഫാക്ടർ. അപ്പൊ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് ഉണ്ടാവാൻ, അവരുടെ കൂടെ സമയം ചെലവഴിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന 2 കാര്യങ്ങളാണ് JRF ക്ലബും ആക്ടിവിറ്റി
ഗ്രൂപ്പ് ആക്ടിവിറ്റികളും അത് തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ ഐഫറിന്റെ മറ്റുമായി ബന്ധപ്പെട്ട പോഡ്കാസ്റ്റ് ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് നമ്മുടെ ഹാപ്പിനെസ് ഓഫീസേഴ്സ് ആണ്. പിന്നെ ഈ ഒരു വിഷയത്തിൽ നേരത്തെ ഞാനിപ്പോൾ ചെറിയ ചില സൂചനകൾ തന്നു. നമ്മളൊരു മത്സര പരീക്ഷയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രെസ് ആലോചിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ബാക്കിയുള്ള ആളുകളൊക്കെ വേറെ എന്തെങ്കിലും പഠിക്കുന്നുണ്ടാവും, അപ്പൊ അതെനിക്ക് മിസ്സാവുമല്ലോ, പിന്നെ ഞാൻ ഇത് പഠിച്ചിട്ട് മറ്റേന്ന് ചോദ്യങ്ങൾ വന്നാലോ, കവിതാ സാഹിത്യ ചരിത്രം പഠിച്ചു അപ്പൊ പിന്നെ കെ എം ജോർജിന്റെ ചോദ്യം വന്നാലോ, കൈരളിയുടെ കഥ പഠിച്ചു എരുമേലി എന്ന് ചോദ്യം വന്നാലോ, ഇത്തരം സംശയങ്ങൾ നമുക്ക് അവസാനിക്കില്ല. എന്ന് മാത്രമല്ല പിന്നെ നമ്മൾ മറ്റേതെങ്കിലും കാര്യങ്ങളിലും കൂടെ എൻഗേജ്ഡ് ആണെങ്കിൽ, നമ്മളെ കുട്ടികൾ, കുടുംബം, അവർക്ക് സമയം കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല, അത്തരം ചോദ്യങ്ങളും കൂടെ നമ്മളെ തലയിലുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രെസ്ഡ് ഔട്ട് ആവാനുള്ളതുണ്ട്. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ ഐഫർ തീർച്ചയായിട്ടും ഹാപ്പിനെസ് ഓഫീസേഴ്സ് വഴി നിങ്ങൾക്ക് ഇമോഷണലി ഒരു സപ്പോർട്ട് തരാൻ, നിങ്ങൾ ഈ ലക്ഷ്യത്തിൽ എത്തുന്നു എന്ന് ഉറപ്പാക്കാൻ, നിങ്ങളുടെ കൂടെ നടക്കാൻ, പിന്നെ ലിവർപൂൾ എന്ന ക്ലബിന്റെ ടാഗ് ലൈൻ പോലെ യു വിൽ നെവർ വാക്ക് അലോൺ, അത് ഉറപ്പുവരുത്താൻ ഐഫറിന് തീർച്ചയായിട്ടും പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹാപ്പിനെസ് ഓഫീസേഴ്സ് എന്ന് പറയുന്ന നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളെ കൂടി പിന്നെ തരാൻ ഐഫറിന് പറ്റുന്നുണ്ട്. പിന്നെ നമ്മളുടെ റിസൾട്ട്സ്, അത് തീർച്ചയായിട്ടും അതാണ് നമ്മളെ കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു കാര്യം. 4 വർഷം 325 JRF, 2642 നെറ്റ്, അതേപോലെ 2812 PhD അഡ്മിഷൻ ക്വാളിഫിക്കേഷൻ ഇത് കിട്ടാൻ പറ്റിയിട്ടുണ്ട്. മലയാളത്തെ സംബന്ധിച്ചിടത്താണെങ്കിൽ ഇത്തവണ 7 പേര് JRFിലേക്ക് എത്താൻ, നമ്മളുടെ കുട്ടികൾക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാര്യമായിട്ട് നെറ്റ് എഴുതാൻ കരുതുന്ന ആളുകളാണെങ്കിൽ ഇതൊന്ന് ഐഫറിനെ നിങ്ങളുടെ വലിയ മികച്ചൊരു പരിഗണനയായി വെക്കുക. ഈ പറഞ്ഞ പോലെ ഈ ഒരു മത്സര പരീക്ഷയെ നിരന്തരം വിലയിരുത്തുന്ന ആളുകൾ എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങളെ പല രീതിയിൽ നിങ്ങളുടെ സിലബസിന്റെ ഏത് ഏരിയ ഫോക്കസ് ചെയ്യണം എന്നതിൽ നിങ്ങളെ സഹായിക്കാൻ, PYQs എങ്ങനെ സോൾവ് ചെയ്യണം എന്നതിൽ നിങ്ങളെ സഹായിക്കാൻ, എങ്ങനെ എഫക്റ്റീവായിട്ട് ടൈം മാനേജ് ചെയ്തുകൊണ്ട് ഈ ഒരു പരീക്ഷയുടെ പ്രധാന ഭാഗങ്ങൾ കവർ ചെയ്യാം എന്നതിൽ നിങ്ങളെ സഹായിക്കാനൊക്കെ ഞങ്ങൾക്ക് കഴിയും എന്ന് നിങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ഈ ഒരു ജേർണിയിൽ നിങ്ങൾ കൂടെ ഉണ്ടാവും എന്ന് കരുതുന്നു. ഈ വെബിനാർ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം എന്നാണ് തോന്നുന്നത്. ഞാൻ അല്പസമയം നിങ്ങളോട് ചെലവഴിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളെ പിന്നെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുന്ന കാര്യങ്ങളാണ് എന്നും കരുതുന്നു. നമുക്ക് ഈ സെഷൻ ഇതോടെ അവസാനിപ്പിക്കാം എന്നാണ് കരുതുന്നത്. ഓക്കെ.